പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JDS കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഡിസംബർ 30 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യാസ് കൊനേരു ഹംപി വാസ് ക്രൗൺഡ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ഫോർ ദ ഹിസ്റ്റോറിക് സെക്കൻഡ് ടൈം. ഇന്ത്യയുടെ കൊനേരു ഹംപി ചരിത്രപരമായ രണ്ടാം തവണയും ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായി. മിക്കവാറും പത്രങ്ങളിലെ ഒരു ന്യൂസ് ഹെഡിംഗ് എന്ന് പറയാം, മെയിൻ പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കൊനേരു ഹംപിയുടെ ഈ ഒരു വിജയം. ചെസ്സിൽ ഇന്ത്യയുടെ വുമൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള കൊനേരു ഹംപിയുടെ ഈ ഒരു വിജയം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 രണ്ടാം തവണയും ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിത ഗ്രാൻഡ് മാസ്റ്ററുടെ പേരെന്താണ്? കൊനേരു ഹംപി. ഇന്ത്യയുടെ വനിതാ GM ആണ്, അതായത് വിമൻസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൊനേരു ഹംപി. 2024 രണ്ടാം തവണയും ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഇന്ത്യയിലെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൊനേരു ഹംപി. മിക്കവാറും പത്രങ്ങളിലെ ഒരു വാർത്തയാണ് കൊനേരു ഹംപിയുടെ ഒരു വിജയം. കൊനേരു ഹംപി ആദ്യമായി ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ വർഷം 2019 മോസ്കോയിൽ നടന്നിട്ടുള്ള 2019 മത്സരത്തിലാണ് കൊനേരു ഹംപിക്ക് ആദ്യമായിട്ട് ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് 2024 കൊനേരു ഹംപി ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് വിശ്വനാഥ് ആനന്ദ്. ദ വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ ദ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വനാഥ് ആനന്ദ് ആണ്. ദ സെക്കൻഡ് പേഴ്സൺ ആണ് കൊനേരു ഹംപി. 2019 മോസ്കോയിൽ, 2024 വീണ്ടും ചാമ്പ്യൻ ആയിട്ടുള്ള ഇന്ത്യയുടെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൊനേരു ഹംപി. 2 തവണ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏക ഇന്ത്യക്കാരന്റെ പേര് കൊനേരു ഹംപി. അതായത് 2 പ്രാവശ്യം 2019 2024 ഈ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് കൊനേരു ഹംപിയാണ്. ഇന്നിപ്പോൾ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അത് D ഗുകേഷ് ആണെങ്കിൽ, വുമൻ ഗ്രാൻഡ് മാസ്റ്ററിലെ വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് കൊനേരു ഹംപിയാണ്. ഇന്ത്യക്ക് വീണ്ടും ഒരു അഭിമാനമാണത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, നേവൽ ഡിസ്പ്ലേ ഡാസിൽ വിസിറ്റേഴ്സ് അറ്റ് വൈശാഖ് RK ബീച്ച്. വൈശാഖിന്റെ RK ബീച്ചിലെ നേവൽ ഡിസ്പ്ലേ സന്ദർശകരെ അമ്പരപ്പിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അതായത് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നേവിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണത്. ജനങ്ങളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 4 ജനുവരി 2025 ഇന്ത്യൻ നാവികസേനയുടെ മഹത്തായ പ്രവർത്തന പ്രകടനം നടത്തുന്ന സ്ഥലം ഏതാണ്? വിശാഖപട്ടണം. ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് വിശാഖപട്ടണം. ഇവിടെ വെച്ചാണ് ജനുവരി 5-ാം തീയതി ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ നടത്താൻ പോകുന്നത് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഓപ്പറേഷന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്ത്യൻ നേവി ജനുവരി 4-ാം തീയതി വിശാഖപട്ടണത്ത്, അതായത് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള വിശാഖപട്ടണത്തെ RK ബീച്ചിൽ നടത്താൻ പോകുന്നത്. ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് ട്രെയിനിങ് കമാൻഡ്, മൂന്നാമത്തത് വെസ്റ്റേൺ നേവൽ കമാൻഡ്. കിഴക്കൻ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആരാണ്? വൈസ് അഡ്മിറൽ രാജേഷ് പണ്ടാർക്കർ. ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് എന്ന് പറയുമ്പോൾ അത് വൈസ് അഡ്മിറൽ രാജേഷ് പണ്ടാർക്കർ ആണ്. ഒരു നേവൽ കമാൻഡിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ആ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്, അതായത് FOCNC. ഇത് വൈസ് അഡ്മിറൽ രാജേഷ് പണ്ടാർക്കർ ആണ്. ഇന്ത്യൻ നാവികസേന എല്ലാ വർഷവും ഓപ്പറേഷൻ ട്രിഡന്റ് ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? 4 ഡിസംബർ. ഡിസംബർ 4-ാം തീയതിയാണ് ഇന്ത്യൻ നേവി ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ അത് അനുസ്മരിക്കുന്ന അതിന്റെ സെലിബ്രേഷൻ. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ നടന്നിട്ടുള്ള ആ ഒരു വിജയം ആണ് ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ. ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 4-ാം തീയതി ഇന്ത്യൻ നേവി ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറയുന്ന അതിന്റെ വിജയവും ഒപ്പം തന്നെ നേവൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ 4-ാം തീയതി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യൻ ആർമി കണ്ടിജന്റ് ഡിപ്പാർട്ട് ഫോർ നേപ്പാൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സർസൈസ് സൂര്യകിരൺ. സൂര്യകിരൺ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ കരസേന സംഘം നേപ്പാളിലേക്ക് പുറപ്പെട്ടു.
ഇപ്പൊ സൂര്യകിരൺ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഇത് നടക്കാൻ പോകുന്നത് നേപ്പാളിലാണ്. ഇന്ത്യയുടെ കരസേന സംഘം ആണ് സൂര്യകിരണിന്റെ എക്സസൈസുമായി ബന്ധപ്പെട്ട് നേപ്പാളിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ആർമി ഏത് രാജ്യത്തെ സൈന്യം ചേർന്നാണ് സൂര്യകിരൺ എന്ന അഭ്യാസം നടത്തുന്നത്? നേപ്പാൾ. ഇന്ത്യൻ ആർമിയും നേപ്പാൾ ആർമിയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് സൂര്യകിരൺ. സൂര്യകിരൺ ആയി ബന്ധപ്പെട്ടാണ് നേപ്പാളിലേക്ക് ഇന്ത്യൻ ആർമി സൈന്യം പോകുന്നത്. അപ്പൊ സൂര്യകിരൺ എന്ന് പറയുന്ന എക്സസൈസ് അത് നേപ്പാൾ ആർമി ഒപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒരു എക്സസൈസ് ആണ്. ഇന്ത്യൻ ആർമിയും നേപ്പാൾ ആർമിയും 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 13 വരെ ഏത് സ്ഥലത്താണ് സൂര്യകിരൺ അഭ്യാസം നടത്തുന്നത്? സെൽജണ്ടി, നേപ്പാൾ. നേപ്പാളിലെ സെൽജാണ്ടി എന്ന സ്ഥലത്താണ് ഡിസംബർ 31, അതായത് നാളെ മുതൽ 13 ജനുവരി വരെ സൂര്യകിരൺ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് നടക്കുക. ഇതിൽ ഇന്ത്യൻ ആർമിയും നേപ്പാൾ ആർമിയുടെ ഒരു എക്സസൈസ് ആണിത്. 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 13 വരെയുള്ള സൂര്യകിരൺ അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ഏത് റെജിമെന്റ് ആണ്? ഗൂർഖ റൈഫിൾസ്. ഇപ്പൊ ഗൂർഖ റൈഫിൾസ് എന്ന് പറയുന്ന റെജിമെന്റ് ഇത് ഇന്ത്യൻ ആർമിയുടെ ഒരു റെജിമെന്റ് ആണ്. മിക്കവാറും എല്ലാ എക്സസൈസിൽ പങ്കെടുക്കുന്നത് പല റെജിമെന്റ്സ് ആണ്. അതായത് ആ റെജിമെന്റിലേക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള എക്സസൈസിൽ പങ്കെടുക്കുക. ഇതനുസരിച്ച് നേപ്പാൾ നടക്കുന്ന സൂര്യകിരൺ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു ടീം എന്ന് പറയുമ്പോൾ ആ ഒരു റെജിമെന്റ് എന്ന് പറഞ്ഞാൽ അത് സൂര്യകിരണിൽ പങ്കെടുക്കുന്ന ഗൂർഖ റൈഫിൾസ് ആണ്. ഏത് തീയതിയിലാണ് ഗൂർഖ റൈഫിൾസ് റെജിമെന്റ് സ്ഥാപിച്ചത്? 1815 ഏപ്രിൽ 24. 1815 ഏപ്രിൽ 24 തീയതിയാണ് ഗൂർഖ റൈഫിൾസ് റെജിമെന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 200 വർഷം പഴക്കം വരുന്ന ഒരു റെജിമെന്റ് ആണ് ഗൂർഖ റൈഫിൾസ്. ഗൂർഖ റൈഫിൾസ് ആണ് സൂര്യകിരൺ എന്ന് പറയുന്ന ഇന്ത്യ നേപ്പാളിന്റെ ആർമി എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു റെജിമെന്റ്. ഒരു ഹെഡിങ് ആണ് സ്പാർഡക്സ് ഇന്ത്യസ് ഫൈനൽ സ്പേസ് മിഷൻ ഫോർ 2024. സ്പാർഡക്സ് 2024 ഇന്ത്യയുടെ അവസാന ബഹിരാകാശ ദൗത്യം. 2024 ഏറ്റവും അവസാനത്തെ ഒരു മിഷൻ ആണ് സ്പാർഡക്സ്. സ്പാർഡക്സ് ഇന്ത്യസ് ഫൈനൽ സ്പേസ് മിഷൻ ഫോർ 2024. സ്പാർഡക്സ് 2024 ഇന്ത്യയുടെ അവസാന ബഹിരാകാശ ദൗത്യം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു മിഷൻ ആണ് സ്പാർഡക്സ് എന്ന് പറയുന്ന ഈ ഒരു മിഷൻ. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2024 അവസാന ദൗത്യം ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 30 ഡിസംബർ 2024. ഇന്ന് ഡിസംബർ 30. ഇന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ദ ലാസ്റ്റ് മിഷൻ, ദ ഫൈനൽ മിഷൻ ആണ് നടക്കാൻ പോകുന്നത്. 2024 ഡിസംബർ 30 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വിക്ഷേപിക്കുന്ന 2024 അന്തിമ ദൗത്യത്തിന്റെ പേരെന്താണ്? സ്പാർഡക്സ് മിഷൻ. സ്പാർഡക്സ് മിഷൻ എന്ന ഒരു ദൗത്യമാണ് ഇന്ന് ഡിസംബർ 30 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്താൻ പോകുന്നത്. ഏത് സാങ്കേതിക വിദ്യയാണ് സ്പാർഡക്സ് മിഷൻ ഉപയോഗിക്കുന്നത്? ഡോക്കിംഗ് സാങ്കേതിക വിദ്യ. സ്പാർഡക്സ് മിഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഈ ഒരു മിഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്കിംഗ് ടെക്നോളജി ഇത് ഇവിടെ പരീക്ഷിക്കാൻ പോവുകയാണ്. അതായത് 2 സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് സംയോജിപ്പിക്കുക, ഒരുമിച്ച് ഒരു ലെവലിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഡോക്കിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, കപ്പലുകളൊക്കെ എല്ലാം തുറമുഖത്തേക്ക് ഡോക്കിംഗ് ചെയ്യാറുണ്ട്, അതിനെ അടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പല സാറ്റലൈറ്റ്സിനെയും ഒരുമിച്ച് അടുപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു ഡോക്കിംഗ് മിഷൻ. ഇതത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല. സ്പേസ് രംഗത്ത് ഒരു വെല്ലുവിളി എന്ന് പറയാൻ സാധിക്കും. പല സാറ്റലൈറ്റ്സും പല ഓർബിറ്റ്സിലുള്ള സാറ്റലൈറ്റ്സിനെ ഒരേ ഓർബിറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ആ ഒന്നിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സ്പാർഡക്സ് മിഷൻ എന്ന് പറയുന്ന ഈ ഒരു മിഷന്റെ ലക്ഷ്യം. സ്പാർഡക്സ് മിഷൻ എത്ര ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യും? 2 ഉപഗ്രഹങ്ങൾ. 2 സാറ്റലൈറ്റ്സ്, 2 ചെറിയ സാറ്റലൈറ്റ്സിനാണ് ഇന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സ്പാർഡക്സ് എന്ന് പറയുന്ന ഈ ഒരു മിഷന്റെ ലക്ഷ്യം. ഡോക്കിംഗ് ചെയ്യുക എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ ISROന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷനിലേക്കുള്ള മിഷന്റെ ലക്ഷ്യം. ഒരു ന്യൂസ് ഹെഡിങ് ആണ് ആഫ്റ്റർ ഏഷ്യൻ സക്സസ്
ഇന്ത്യൻ യൂത്ത് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ആയി കോമൺവെൽത്ത് ഗെയിംസ് 2006 ക്വാളിഫിക്കേഷൻ. ഏഷ്യൻ വിജയത്തിന് ശേഷം ഇന്ത്യൻ യൂത്ത് വെയ്റ്റ് ലിഫ്റ്റർമാരുടെ കോമൺവെൽത്ത് ഗെയിംസ് 2026 യോഗ്യതയിലേക്ക് കണ്ണുവെച്ചു. അതായത് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ വളരെ ഹൈ ലെവലിൽ നിൽക്കുകയാണ്. വരാൻ പോകുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിലേക്ക് അതിലേക്ക് ഇടം പിടിക്കുക എന്നതാണ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റേഴ്സിന്റെ ലക്ഷ്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഡിസംബർ 19, 25 തീയതികളിൽ ദോഹയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ആൻഡ് ജൂനിയർ ഭാരദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 33 മെഡലുകൾ. ഡിസംബർ 19 മുതൽ 25 വരെ ഏഷ്യൻ യൂത്ത് ആൻഡ് ജൂനിയർ ഭാരദ്വഹന ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ദോഹയിലാണ്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് 33 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഏത് സ്ഥലത്താണ് നടക്കുക? ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡിലെ ഒരു സ്ഥലമാണ് ഗ്ലാസ്ഗോ. ഇവിടെ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. 33 മെഡൽസ് നേടിയിട്ടുള്ള ഇന്ത്യൻ യൂത്ത് ആൻഡ് ജൂനിയർ ടീം ഇവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്ഗോ ആണ്. ഡിസംബർ 19, 25 തീയതികളിൽ ദോഹയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ആൻഡ് ജൂനിയർ ഭാരദ്വഹൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഇന്ത്യ. ഇന്ത്യക്ക് 33 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ള ടീം ആണ്. ഈ ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസമാണ് ഇന്ത്യക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസിലേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ യാത്ര. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. ഈ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.